first vlog that I'm gonna post in the ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം മതി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വിശ്വാസം നമ്മൾ കൈവിടരുത്, പ്രതീക്ഷയും. അങ്ങനെ എല്ലാവരും ചെയ്യുവാണ്. ഞാൻ കാനഡയിൽ നിന്ന് എല്ലാം നിർത്തി നാട്ടിലേക്ക് വരുന്നത്. ഞാൻ ഇത്ര നേരം വളവളാന്ന് പറഞ്ഞിരുന്നതൊക്കെ വെറുതെ ആയിപ്പോയി. തോൽവിയായി പോയതില് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്. തീരെ പിടിക്കുന്നില്ല, എന്റെ സ്ലാങ് ഒക്കെ അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ചൂടിലിടണ്ടാന്ന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം ആരും സബ്സ്ക്രൈബ് ചെയ്യൂലടോ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറെ നാളായി യൂട്യൂബില് വ്ളോഗ് എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ മടിയൊക്കെ കാരണം കൊണ്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഡിലേ ആയി പോയതാണ്. അപ്പം ഇന്ന് ഞാൻ ഒരു എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു വീഡിയോ അങ്ങ് എടുത്തിടാന്ന് വിചാരിച്ചു. സോ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് സെന്റ് ജോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. കാനഡയിൽ ന്യൂഫിൻലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോവിൻസിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോ ഇവിടെ ഞങ്ങള് ഇന്ന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ എല്ലാവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹോബിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഫിഷിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിഷിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാര് ആണ് ഇവിടെ ഉള്ള എല്ലാവരും. പിന്നെ ഇവിടെ ചുറ്റിനും ഇതൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ ചുറ്റും നമ്മൾ മറ്റേ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ആണ് ചുറ്റിനും ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫിഷിങ്ങിന് പറ്റിയ കുറെ സ്പോട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഫിഷിങ്ങിന് പോകുന്നത്. ദിസ് ഇസ് ജോസ് തോമസ്. ഹായ് പറയും. അപ്പം ഇനി വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാരും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ബിസി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. പിന്നെ ഇവനെ ആണെങ്കിൽ ഫിഷിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ഫിഷിങ് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമല്ല. പക്ഷെ ഇവന് ഭയങ്കര ഫിഷിങ് ഭയങ്കര ക്രേസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഫിഷിങ്ങിന് പോകാന്ന് തന്നെ മെയിൻ ആയിട്ട് വിചാരിച്ചത്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആണ്, ഓഫല്ല, എനിക്ക് ഓഫല്ല, ഇവന് ഓഫാണ്. പക്ഷെ എനിക്കങ്ങനെ ഞാൻ മടിയുള്ള ദിവസങ്ങൾ ഞാൻ ഓഫ് എടുക്കാറുണ്ട്. അപ്പൊ അപ്പം ഇന്ന് ഞങ്ങളിപ്പം ഒരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ബീച്ചി കോവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോവാണ്. അതെ, ചൂണ്ടയുണ്ട്. ഇതൊരു ചൂണ്ട, ഒരെണ്ണം കൂടി, 2 ചൂണ്ടയുണ്ട്. അപ്പൊ ഞങ്ങൾ ലണ്ടനിലായിരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് പോവുമായിരുന്നു ഫിഷിങ്ങിന്. പക്ഷെ ഇങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ വെതർ കുറച്ച് ഡിഫറെന്റ് ആണ്. എപ്പോഴും ഭയങ്കര കാറ്റും മഴയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ സീസണുകളാണ്. അതല്ലാണ്ട് ഓഫ് സീസണിലൊക്കെ പോയി ഫിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പോലീസ് പിടിക്കും. അപ്പോ എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, എപ്പോഴും കാറ്റും എപ്പോഴും ഭയങ്കര മഴയും അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു വെതറാണ് ഇവിടെ. അപ്പം ഇതുവരെ അങ്ങനെ ഫിഷിങ്ങിനെ പറ്റിയൊരു സാഹചര്യം വന്നില്ല. ഇപ്പം ഫിഷിംഗ് സീസൺ തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്ന പിന്നെ ഫിഷിങ്ങിന് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ഫിഷിങ്ങിന് പോവാണ്. അപ്പം പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഫുള്ള് ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളതെന്ന് പറയുന്നത് പുഴ, മല, കാട്, കടല്, അങ്ങനെ കുറെ ട്രെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അതാണ് പറഞ്ഞ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് ചുറ്റിനും. അതുകൊണ്ട് മെയിൻ ഇവിടെ കാണാനുള്ളത് അതാണ്. പക്ഷെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അതേപോലെ തന്നെ. അപ്പം ഇപ്പൊ പോകുന്ന സ്ഥലവും അതേപോലെ തന്നെ ഒരു കാടിന്റെ ഒക്കെ നടുക്കാണെന്ന് തോന്നുന്നു. അപ്പൊ ബാക്കി അവിടെ ചെന്നിട്ട് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യാം. സോ ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയും ഭയങ്കര തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണിത്. അതായത് അവിടെ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാല് ആൾക്കാരൊന്നുമില്ല റോട്ടില്. പിന്നെ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണ്, ഫുൾ കാട്, അങ്ങനെ വീടുകളൊന്നുമില്ല. പിന്നെ ഈ പ്രൊവിൻസ് തന്നെ കുറച്ച് ലെസ് പോപ്പുലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൂടുതലും സീനിയർ സിറ്റിസൺസിന്റെ ഒരു സ്ഥലമാണെന്നാണ് എനിക്കറിയാവുന്നത്, അല്ലേ? അതെ. അപ്പം ഇതാണ് ഞങ്ങൾ പോകുന്ന വഴിയും ഭയങ്കര അടിപൊളി സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ രസിച്ചൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഈ പോകുന്ന വഴിയിലാണെങ്കിൽ പോലും 2 സൈഡിലും കുറെ കുഞ്ഞു പോണ്ടുകള്, കുഞ്ഞു ലേക്കുകൾ എല്ലാം ഉണ്ട്. ഇവിടെ ഒരു സ്ഥലമുണ്ട്.
ഞാൻ ഈ സൈഡിൽ നിന്നോളാം കേട്ടോ. കുഞ്ഞി സ്ഥലം. അങ്ങോട്ടൊക്കെ അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? കുഴിഞ്ഞു പോവോ? നോക്കാം. ആദ്യം ഇറങ്ങി നോക്കാം എങ്ങനെയാണ് സ്ഥലം. ഇതാണ് നമ്മള് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്ന സ്ഥലം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നോക്കിയാ കുഞ്ഞൊരു വീട്. നമ്മൾ ഇവിടെയാണ് ആക്ച്വലി ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. കാണാൻ ഭയങ്കര ഭംഗിയൊക്കെയാണ്, പക്ഷേ ഇതേപോലെയാണ്. അധികം ആഴമില്ല. നമ്മൾ ചൂണ്ടയിട്ടിട്ടാണെങ്കിലും അധികം അങ്ങ് ഉള്ളിലോട്ട് മീൻസ് ഉള്ളിൽ പോയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. അപ്പം പിന്നെ ആണെങ്കിൽ ഭയങ്കര കാറ്റാണ്. അപ്പം ചൂണ്ട എറിയുന്നത് വല്ല വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നവരും മീനിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങളിപ്പം വേറൊരു സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. എപ്പോഴും ഇവിടെ കാറ്റ് തന്നെയാണ്. പക്ഷേ ഫിഷിങ്ങിന് പറ്റിയ ഒരു ക്ലൈമറ്റ് അല്ല ഇത്. അപ്പോൾ ഞങ്ങൾ വേറൊരു മണ്ടി പോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ട് പോകണം. അത് ആക്ച്വലി ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. ഞങ്ങളിടയ്ക്ക് പോകാറുള്ള സ്ഥലവുമാണ്. അവിടെ മീനില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്, മീനില്ലാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ അത്ര പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ തിരിച്ചു അങ്ങോട്ട് തന്നെ പോയി നോക്കാമെന്ന്. അപ്പം ഇനി ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ പോവാം. വെരി ഡിസപ്പോയിൻറ്റഡ്. നമ്മൾ നേരത്തെ മറ്റേ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് നിന്നപ്പം ഞാൻ ചുമ്മാ ചൂണ്ട ഇങ്ങനെ എറിഞ്ഞതാണ്. അപ്പം കാറ്റ് കാരണം കൊണ്ടാണോ ഇല്ലെങ്കിൽ ഞാൻ എറിഞ്ഞതിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. അത് ഇങ്ങനെ ആയിപ്പോയി ചൂണ്ട. അപ്പം നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. കാരണം ഞാൻ പറഞ്ഞില്ല, വീടിന്റെ അടുത്താണ് നമ്മളടുത്ത് പോകാൻ പോകുന്ന സ്ഥലം. അപ്പം ഞങ്ങൾ വെച്ചാൽ വീട്ടിൽ വന്നിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേക്കുവാണ്. നമ്മളിപ്പം ചൂണ്ട സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മളിതുകൊണ്ട് വീണ്ടും ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. ഞങ്ങള് ചൂണ്ട ഇട്ടിട്ട് മീനെ കിട്ടും എന്നാണ് പ്രതീക്ഷ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത് വേറെ കാര്യം. നമ്മള് മീനിനെ പിടിച്ചിട്ട് ആ മീൻ കറി വെച്ച് തിന്നാന്നായിരുന്നു ഇന്നത്തെ പ്ലാൻ. അപ്പം ഇന്ന് രാത്രി നമ്മളുടെ ഫുഡ് ചോറും മീൻകറി എന്നൊക്കെയാണ്. നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇപ്പം ടൈം 5 മണിയാവാൻ പോണു. നമുക്കിനി ഒരു 2 മണിക്കൂറും കൂടെ കഷ്ടിച്ച് ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ഒരു മീനെങ്കിലും പിടിക്കണം. പക്ഷെ ചെറിയ മീനാണെങ്കിൽ നമുക്കതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം കുഞ്ഞു മീനുകളല്ലേ. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ചെറിയ മീനുകളെ കിട്ടിയാലും അവരതിനെ കുളത്തുനിന്ന് ഊരിയിട്ട് തിരിച്ച് അതിന് പുഴയിലോട്ട് തന്നെ വിടും. അപ്പം അങ്ങനെ അവരൊക്കെ ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചെയ്യണമല്ലോ. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അപ്പം നമ്മൾ എന്തായാലും പോയി നോക്കും. പോയി നോക്കിയിട്ട് മീനെ കിട്ടും. മീനെ കിട്ടി വിശ്വാസം നമ്മൾ കൈവിടരുത്. പ്രതീക്ഷയും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇവിടെ ഈ സ്ഥലത്ത് അത്യാവശ്യം നല്ല വെതറായിരുന്നു. 16 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയി. അതായത് 40 കിലോമീറ്റേഴ്സ് എവേ ഉള്ള സ്ഥലത്തോട്ട് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞ്, അതായത് ഒരു 10 ഡിഗ്രി 9 ഡിഗ്രി. പിന്നെ ഭയങ്കര കാറ്റായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് മീനെ പിടിക്കാൻ പറ്റിയില്ല. കാരണം കാറ്റും ഭയങ്കര മറ്റേ മൊത്തത്തിലും കുളത്തില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട്, മീൻ പിടിക്കാൻ പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പം ഇവിടെ ഭയങ്കര തണുപ്പ്, ഭയങ്കര കാറ്റും മൊത്തത്തിൽ. അതുകൊണ്ട് നമുക്ക് എല്ലാം നമ്മൾക്കെതിരായിട്ടാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്
തീരുമാനിച്ചിറങ്ങിയ ഒരു ദിവസം ആയതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കുക തന്നെ ചെയ്യും. പിടിക്കുമോന്ന് അറിയില്ല, പക്ഷെ ചൂണ്ടയിടും. അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം നമ്മൾ നേരത്തെ പോയപ്പോൾ അത്ര സ്ഥലത്തിൻ്റെ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമല്ല. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ എക്സാക്ട് ഈ ലൊക്കേഷനിലാണ് ഞാൻ കഴിഞ്ഞതാണ് നമ്മളിവിടെ വന്നപ്പം ഒരു പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് വലിയൊരു മീനെ പിടിക്കുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ മീനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതും വലിയ മീനായിരുന്നു, പക്ഷേ കാറ്റാണ്. പിന്നെ നേരത്തെ ചൂണ്ട ഇട്ടപ്പം ചൂണ്ട ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടുകടഞ്ഞു പോയായിരുന്നു. അത് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാനത് ഇട്ടാലും അതങ്ങനെ തന്നെ ആവും, അതെനിക്ക് ഉറപ്പാണ്. മീനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യും, എനിക്ക് അത്ര പറയാനുള്ളൂ. സോ നമ്മൾ ചൂണ്ടിടണ്ടാതെ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും. കൈ പുറത്തോട്ട് ഇടുമ്പോ തന്നെ കൈ മരവിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചൂണ്ടയിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്ര നേരം വളവളാന്ന് പറഞ്ഞിരുന്നതൊക്കെ വെറുതെ ആയിപ്പോയി. അതായത് മെയ് 24 വരെ വെതർ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാലാണ് വെതർ ബെറ്റർ ആവാന്ന് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അപ്പാപ്പൻ എന്നോട് പറഞ്ഞതാണ്. അത് ഞാൻ ഇവനോടും പറഞ്ഞതാണ്. മോത കാണിക്കണ പട്ടി. അന്നേരം ഇവനായിരുന്നു ധൃതി, ഇപ്പൊ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഇന്ന് ഫുള്ള് സ്പോട്ട് അന്വേഷിച്ച് നടന്ന് ഈ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം എന്തോരം കാറ്റുണ്ടെന്ന്. ഭയങ്കര. അത് മാത്രമല്ല, ഇവിടെ സാധാരണ നിറച്ച ആൾക്കാർ വന്നൊന്ന് ചൂണ്ടിടുന്ന ഒരു സ്ഥലമാണ്. ഇന്നൊരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. പറയണില്ല ഞാൻ. വാ, നമുക്ക് കൈ ഭയങ്കരമായിട്ട് മരവിക്കുന്ന ഒന്നില്ലെങ്കിൽ ചൂണ്ടിടാം, അല്ലെങ്കിൽ വാ നമുക്ക് എന്തെങ്കിലും തിന്നാൻ പോവാം. പുള്ളിക്കറി അമ്മേ, ഇതിനുള്ളിൽ എന്താ? ഓ, പ്രാവായിരുന്ന. കിടികിടിയിലൊന്നും പോണ്ട ഇനി. എടാ, അവിടെ ഒരു കുഞ്ഞു മീനുകളല്ലേ കിട്ടുള്ളൂ. നീ കണ്ട എപ്പോ? അന്നാ ആ പാപ്പം കിട്ടിയത് ഇത്തറുള്ള മീനാ. എടാ, എന്നാ പിന്നെ ഇവിടെ ഇട്ടാ പോരെ? നിനക്ക് ഈ സ്ഥലം ഇഷ്ടമല്ല, അതാണ് മെയിൻ പ്രശ്നം. ആരെങ്കിലും ചൂണ്ടിടണം, എന്നാലാണ് ചൂണ്ടിടാൻ പറ്റത്തുള്ളൂ. എനിക്ക് നമുക്ക് ഒരു ബർഗർ വാച്ചിട്ട് കിടിപിടിക്കുക. വീഡിയോ ഓൺ ആയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞേനെ. വിഷമിക്കണ്ട, നമ്മുടെ നിമീനെ പിടിച്ചിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യൂലടോ. ഉണ്ടാ, ഞാൻ അങ്ങോട്ട് ഉന്തിടും. ഞാൻ മിണ്ടാട്ട് ഇങ്ങോട്ട് ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്. നമ്മള് മീനെ പിടിക്കുന്നു. ഇന്ന് എന്തായാലും മീനെ പിടിക്കൂല, എനിക്ക് ഉറപ്പായി. ഇപ്പൊ നമ്മള് മീനെ പിടിക്കും. ഇവിടെ എത്തുന്നവരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവനിപ്പോ വേറെ സ്ഥലത്തോട്ട് പോകണം. അവിടെ പോയാലും കാറ്റ് ഇങ്ങനെ തന്നെ. അത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോയാലും കാറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. വീഡിയോ തുടങ്ങിയപ്പോ ഞാൻ ഭയങ്കര മാന്യമായിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്കിത് തീരെ പിടിക്കുന്നില്ല. എന്റെ സ്ലാങ് ഒക്കെ അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് വിഷമിക്കണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മളെ മീനെ പിടിക്കുന്നു. അത് പരലായത് നമ്മുടെ നെറ്റൊക്കെ ഉണ്ട്. അതെ, ചൂണ്ടയുണ്ട്. പിന്നെ വലിയ മീനെ പിടിക്കുമ്പോ അതിനിങ്ങനെ അടുപ്പിച്ചിട്ട് കോരി എടുക്കാൻ വേണ്ടിട്ട് നെറ്റ് ഉണ്ട്. പക്ഷെ മീൻ മാത്രമില്ല. വെൻഡീസിന്ന് നമ്മള് ബർഗർ ഓർഡർ ചെയ്തു. ഇനി നമ്മള് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാലോ? ഇതാണ് കുഴപ്പം. അപ്പൊ നമ്മൾ എപ്പോ കഴിക്കും? അവിടെ ചെന്നിട്ട് ചൂണ്ടിടണ്ടേ? ചൂണ്ടിടുന്നതിന് മുമ്പ് കഴിച്ചിട്ട് ചൂണ്ടിടാം. എന്നാ പൊക്കോ. അതുപോലെ ഞാൻ വിചാരിച്ചു ഇനി ചൂണ്ടിട്ട് കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുന്നേ. അല്ലെങ്കിൽ ഇപ്പൊ കഴിക്കാലോ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ. അപ്പൊ പുട്ടീനെ എങ്ങനെ കഴിക്കും? പുട്ടീനെ അവിടെ ചെന്നിട്ട് കഴിച്ചാ പോരെ. ബർഗർ ഇപ്പൊ കഴിക്കാലോ, സമയം ലാഭിക്കാം.
ഓക്കെ, അപ്പൊ നമ്മള് വെൻഡീസിന്ന് ബർഗർ മേടിച്ചു. ഇനി കാരണം ചൂണ്ടിട്ട് മീനെ പിടിക്കുന്നതിനോട് എനിക്കിപ്പം എൻ്റെ ആ ഒരു ഹോപ്പൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങി. അപ്പൊ ഞങ്ങൾ ചെന്ന പിന്നെ ഫുഡ് കഴിക്കാം. അതെ, അതെങ്കിലും നടക്കട്ടെ. കുറെ നേരമായി ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പം നമ്മളിനി ബർഗർ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ബർഗർ മേടിച്ചിട്ട് നമ്മളിവിടെ ഫിഷിങ്ങിന് അടുത്ത സ്പോട്ടിൽ ഇത് നമ്മുടെ 3ാമത്തെ സ്ഥലമാണ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റും കൂടെയാണ്. നമ്മൾ ഇനി ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പോകും. ഇതാണ് നമ്മളുടെ 3rd സ്പോട്ട്. ഇത് കിടിവിടി എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജാണ്. നമ്മൾ ഇതിന് മുന്നും ഇവിടെ വന്നിട്ടുണ്ട് 2-3 തവണ. അങ്ങനെ ഒരു തവണ വന്നപ്പോഴാണ് ഇവിടെ കുറേ പേര് നിന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത്. അവിടെ കുറേ പേര് നിന്ന് പിന്നെ ആ പാലത്തിൻ്റെ താഴെ പിന്നെ പാലത്തിൻ്റെ അപ്പുറത്ത് ഒക്കെ ആൾക്കാർ നിന്ന് ചൂണ്ടിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് വന്നത്. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ല. അല്ലാണ്ട് ചുമ്മാ വരുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇന്ന് ഇവിടെ ഇല്ല. അപ്പം ഈ ഒരു അറ്റംപ്റ്റും ഫെയിൽ ആയതുപോലെയാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണ വന്നപ്പം ഒരപ്പാപ്പൻ ഇവിടെ വെപ്പുണ്ടായി. ചൂണ്ടിട്ട് പുള്ളിക്ക് ഒരു മീനെ കിട്ടുകയും ചെയ്തതാണ്. ആ പാപ്പൻ ഇന്ന് ഞങ്ങളിവിടെ വന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വഴി നടന്നു പോകുന്നത് കണ്ട്. പക്ഷെ പിന്നെ അങ്ങനെ കാണുന്നില്ല. നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് തീരുമാനിച്ചൊരു ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ഭയങ്കര ഖേദമുണ്ട്. കുഞ്ഞു മീങ്ങളാ ഇതിനെ നമുക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് ഇതിൻ്റെയൊക്കെ അമ്മേനെയാണ്. വലിയ മീനെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഇതൊക്കെ ഭയങ്കര കുഞ്ഞു മീങ്ങളാണ്. ഇതിനെ കിട്ടിയാലും നമ്മളതിനെ തിരിച്ച് ചൂണ്ടേന്ന് ഊരി തിരിച്ച് വിടേണ്ടി വരും. പിന്നെ ഈ കുഞ്ഞു മീനുകളെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അവർ വളർന്ന് വലുതാവട്ടെ എന്നിട്ട് പിടിക്കാം. ചൂണ്ടിടാൻ പറ്റാത്തതിൽ ഇത്രയും ഹൃദയം തകർന്ന് നടക്കുന്ന ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതേപോലെ ചൂണ്ടയിടാൻ ഇത്രയും ഒബ്സസ്ഡ്, ഇത്രയും ഒരു എന്താ ചൂണ്ടയിടുന്നതാണ് ജീവിതത്തിൽ എല്ലാം വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്ന് 3 സ്ഥലത്ത് നമ്മൾ പോയി. 3 സ്ഥലവും പാളിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മള് തിരിച്ചു പോവാണ് കഴിഞ്ഞത്തെ. കാരണം ഇപ്പം 6 മണി കഴിഞ്ഞു, 6:15 നമുക്കിനി അധികം ടൈമില്ല. നമുക്ക് 7 മണിക്ക് നമ്മളുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതുകൊണ്ട് ഇന്നത്തെ ശ്രമങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിച്ച് കാർ ഇവിടെയൊക്കെ കയറി. അപ്പം പക്ഷെ കുഴപ്പമില്ല. ഇനി നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ചയാണ്. അപ്പം 2 ദിവസം കൂടെ സമയമുണ്ട്. അപ്പം ഞങ്ങൾ നാളെ വീണ്ടും ശ്രമിക്കും. എന്തായാലും ഫസ്റ്റത്തെ വ്ളോഗിൽ തന്നെ ഇത്രയും ഒരു തോൽവിയായി പോയതിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും എടുത്തിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പൊ ഞാനത് പോസ്റ്റ് ചെയ്യാതിരിക്കില്ല. ഞാൻ ഉറപ്പായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം പക്ഷെ ഇതുകൊണ്ട് നമ്മൾ തളരുന്നതല്ല അല്ലേ? ഇതില് നമ്മള് തളരുന്നതല്ല. നിങ്ങള് മാക്സിമം ഈ ചാനല് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരും ചെയ്യുവാണ് ഞാൻ കാനഡയിൽ നിന്ന് എല്ലാം നിർത്തി നാട്ടിലേക്ക് വരുന്നത്. ചാനല് തുടങ്ങിയിട്ട് പോലുമില്ല. ഇവിടെയോ? അപ്പൊ എല്ലാവരും ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെന്താ ഫോളോ അല്ല, ലൈക്ക് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ബൈ.